അപ്പോഴേ നമുക്കിത് സ്റ്റെയർ തുടയ്ക്കാം. എനിക്ക് സ്റ്റെയർ തുടയ്ക്കാൻ മടി. പക്ഷേ ഈ കറുത്ത ഇതായതുകൊണ്ട് പൊടി പൊടി ഇച്ചിരി ആയാൽ പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോഴങ്ങനെ വേണ്ട. ഞാൻ ഇപ്പം സമയം കിട്ടുമ്പോഴെല്ലാം അങ്ങ് തുടച്ചിടും. എനിക്കല്ലെങ്കിൽ ഒരു ദേഷ്യം വരും. എന്താണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെയാണ്. ഈ കറുപ്പായതുകൊണ്ടേ പെട്ടെന്ന് ഒരിച്ചിരി പൊടി ആകുമ്പോഴത്തേന് നമുക്കൊരു വൃത്തികേട് പോലെ തോന്നും. അപ്പോഴിങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാനത് തുടയ്ക്കും. പിന്നെ ഇവിടെയൊക്കെ മോളാണ് തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ മേളിൽ നിന്ന് തുടച്ച് വരാം. വലിയ പൊടിയൊന്നുമില്ല, തുടച്ചിലൊരു രസമേ. ഒരു സുഖമില്ല. നമ്മൾ എത്ര അടച്ചിട്ടാലും പൊടി നോക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിങ്ങനെ ആക്കണം. ഇതിങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ. അതിന് ഞാൻ പിഴിഞ്ഞ് എടുക്കും. പിഴിഞ്ഞെടുക്കും. നേരത്തെ ഞാൻ തുണി വെച്ചായിരുന്നു കേട്ടോ. കഴിക്കാൻ മുഴക്കം. നേരത്തെ ഞാനേ നമ്മൾ തുണി വെച്ചായിരുന്നു തുടച്ചെടുക്കുന്നേ. ഉണ്ടായിരുന്നില്ലേ? ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ തുണി വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കും. അപ്പം നടുവൊട്ടും വയ്യ കേട്ടോ. നടുവൊട്ടും വയ്യാത്തോണ്ട് കഥ തുറക്കുന്നേ താക്കോലെടുത്തൊന്നുമില്ല. പിന്നെ പൊടിക്കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ നമ്മുടെ വീടുകളിൽ നിന്നും ഇങ്ങനെ അഴുക്കാക്കാനെ. പൊടിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മളൊക്കെ അല്ലേ വലിയ അഴുക്കൊന്നും ഇല്ലാണ്ട്. ദിവസം തുടയ്ക്കുന്നവർ കാണും. ഇവിടെ അങ്ങനെ ദിവസവും തുടയ്ക്കുക. ഇത്രയും ഫുള്ള് നമ്മൾ തുടച്ചിടണമെങ്കിൽ എനിക്ക് ഒക്കത്തില്ല കേട്ടോ. ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഫുള്ള് പേരെ തുടച്ചെടുക്കാനേ. പൊടിക്കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളല്ലേ എന്നും തുടയ്ക്കുന്നതല്ലേ. ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. ഒന്നുമില്ല, പൊടിയൊന്നും ഇല്ല. ഇനി കറുത്ത ഇതായിരുന്നു പെട്ടെന്നത് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയാണ് തുടയ്ക്കുന്നത്. അപ്പോൾ താഴോട്ട് പോകാം. അയ്യോ, ഇവിടെ തന്നെ തുടച്ചപ്പോഴത്തേന് ഞാൻ നായെപ്പോലെ അണയ്ക്കാൻ തുടങ്ങി. ഇത്രയും തന്നെ തുടച്ചപ്പോഴത്തേന് ഞാൻ നായെപ്പോലെ അണയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പെര ഫുള്ള് ഞാൻ തുടച്ചെടുത്തോളാം. ഞാൻ പട്ടിയെപ്പോലെ ആവുമല്ലേ. ഫുള്ള് തുടച്ചെടുത്താൽ ഞാൻ പട്ടിയെപ്പോലെ ആവുമല്ലേ പിള്ളേരെ. തുളസി മല പോലെ ശ്രീ
താഴോട്ട് പോകാം, താഴോട്ട് പോകാം, നമുക്ക് താഴോട്ട് പോകാം, നമുക്ക് താഴോട്ട് പോകാം. എന്നിട്ട് നമ്മളോട് നിനക്ക് എന്താണ് ഇവിടെ പണി? ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, ഈ പണിയൊക്കെ പിന്നെ ആരാ ചെയ്യുന്നത് അല്ലേ? ഓരോരുത്തർ ചോദിച്ചു കേട്ടാലോ അല്ലേ? നമ്മളിവിടെ ചോദിച്ചാൽ കേട്ടാലോ? നമ്മളൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണോ അവരൊക്കെ പറയുന്നത്? നായെപ്പോലെ അണയ്ക്കുകയാണ് ജോലി ചെയ്തല്ലേ, നായെപ്പോലെ അണയ്ക്കുകയാണ്. അപ്പോൾ ജോലിയൊക്കെ ചെയ്ത് നായെപ്പോലെ അണയ്ക്കുകയാണ് നമ്മളൊക്കെ. ആരെങ്കിലും കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ ജോലി ചെയ്ത് ആരെങ്കിലും കാണുമോ അല്ലേ? അതും ഒരു ക്വസ്റ്റ്യനാണ്. ആരും ഇല്ലാത്തപ്പോൾ ജോലി ചെയ്ത് ആരെങ്കിലും കാണുമോ? ഞാൻ ഈ പണിക്ക് ഞാൻ ആരും ഇല്ലാത്തപ്പോൾ ബാത്റൂമൊന്നും കഴിയാൻ കയറത്തില്ല കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ബാത്റൂം വഴിയാണല്ലോ, 2 കാലും 2 വഴിക്ക് പോയി. അതോടുകൂടി ആ പണി നിർത്തി. ആരുമില്ലാത്ത സമയത്ത് ബാത്റൂം കഴുകുന്നത് നിർത്തി. എൻ്റെ പൊന്നെ, ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ എവിടെയോ ഒരു പൈപ്പ് കിട്ടി, അതിനകത്ത് കയറി പിടിച്ചു. അല്ലെങ്കിൽ ഞാൻ ചത്തേനെ, ഞാൻ ചത്തേന്ന് പറയാൻ ചത്തേനെ. വല്ലാത്ത പോക്കായിപ്പോയി കേട്ടോ അത്. ആരിങ്ങനെ പെണ്ണുങ്ങൾ ആരിങ്ങനെ ആളില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ബാത്റൂം കഴുകാനേ. ബാത്റൂം തറയൊക്കെ കഴുകിക്കും, പക്ഷെ അത് സൂക്ഷിച്ചൊക്കെ നിന്ന് കഴുകിക്കണം. ഞാൻ അന്ന് വെച്ച മേളിലെ ടൈലെല്ലാം തുടച്ച് വന്നതാണ്. തുടച്ച് വന്നപ്പോൾ നന്നായിട്ട് ആ ലിക്വിഡിൻ്റെ ആ ഒരു പതയും എല്ലാം ഉണ്ടായിരുന്നു, താഴ്ത്തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 2 കാലും 2 വഴിക്ക് പോയി. അവസ്ഥയൊന്ന് നോക്കി, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഞാൻ 2 കാലും 2 വശത്തോട്ടാക്കി കിടക്കുന്നത്. എൻ്റെ പൊന്നെ, ഒരാഴ്ചത്തേക്ക് പൊള്ളിയില്ലെന്നുള്ളതാണ്. ഒരാഴ്ചത്തേക്ക് പൊങ്ങാൻ വയ്യ. കാല് വീണാൽ എന്തോ ചെയ്യും? 2 വശത്തോട്ടും പോയാൽ കാല് നേരെയാവട്ടെ. അയ്യോ, എന്തുവായിരുന്നു ഞാൻ അനുഭവിച്ച വേദന. അതോടുകൂടി ഞാൻ അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് ബാത്റൂമുകളിൽ നിൽക്കത്തില്ല. പിള്ളേരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പിള്ളേരും പറഞ്ഞിട്ടുണ്ട്. പൊക്കി എടുക്കാനാവുന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? അത് എന്നെ പോലെ ഒരെണ്ണത്തിനെ പൊക്കി എടുക്കണമെങ്കിൽ എത്ര പേര് വേണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളല്ലേ. ആലോചിച്ച് നോക്കാനല്ലേ പറഞ്ഞ് വീട് കിടക്കുന്നിടത്ത്. എൻ്റെ ദൈവമേ, നല്ല സീനായിരിക്കും. അല്ല, മാക്രി ഉണ്ടല്ലോ, മാക്രി കിടക്കുന്നതിന് കൂട്ടായിരിക്കും ഞാൻ കിടന്നത്. കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളിൽ ഇങ്ങനെ ഒരുപാട് അവർ കഴിക്കുന്നതും നമ്മുടെ വീട്ടിൽ വലിയ കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞിപ്പിള്ളേരല്ലേ. ഇവിടുത്തെ കുഞ്ഞിക്കൊച്ചിപ്പോ നമ്മുടെ അമ്മ കേട്ടോ. അമ്മയാണ് എല്ലാം വാരിയിടുന്നത്. സാരമില്ല, പ്രായമുള്ളവരല്ലേ അല്ലേ. നമ്മളും ഇങ്ങനെയൊക്കെ ആവുമല്ലേ, നമ്മളും ഇങ്ങനെയൊക്കെ ആവും. നമ്മളും ഇങ്ങനെയൊന്നും ആവാതിരിക്കത്തില്ലല്ലോ. ആ ബക്കറ്റിനകത്ത് കാലിട്ട് കൊടുക്കുക. ക്യാമറ ഓഫാക്കാന് വേപ്പോട്ട് കയറട്ടെ. ഞാൻ
ഇരിയടാ ഇവിടെ ഇരിയടാ നമുക്ക് താഴോട്ട് പോകാം. വീണ്ടും ഞാൻ മേളിലോട്ട് കയറണ്ടേ, അതാണ്. ഇരിയടാ. ആ ക്യാമറ ഓഫ് ആക്കിട്ടെ, നമുക്ക് താഴെ കൊണ്ടുപോയി. വേറെ വെള്ളം എടുത്തോണ്ട് വന്നേനെ. വേറെ വെള്ളം എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ പൂക്കോട്ടയൊക്കെ എടുത്ത് മാറ്റിട്ട് ഞാൻ തറേ പോവും. സ്റ്റൂള് അവിടെ ഇരുന്നോട്ടപ്പ അല്ലേ. മുറ്റത്തെ കരിയാണ് അതെവിടുന്നപ്പാ? മേളിൽ നിന്ന് വന്ന വീണയാണോ? മേളിൽ നിന്ന് വന്ന വീണയാണോ? പേടി എത്ര സമയം? എത്ര അടിച്ചത് സമയം? എത്രയാ സമയം അടിച്ചത്? ആരെങ്കിലും ഒന്ന് പറയാവോ എത്രയാണ് അടിച്ചത്? അവൻ എത്ര സമയമാണ് അടിച്ചത് പറയാവോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ അവൻ എത്ര സമയമാണ് അടിച്ചതെന്ന് പറയാവോ? 2 3 അത് സർവത്ര ബെല്ലടിക്കാരനാട്ടോ. അങ്ങനെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ പരിപാടി. എന്ത് എളുപ്പമല്ലേ. പൊടിയാണ്, കുറച്ച് പൊടിയുണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതിന് അതേപോലെ കൊണ്ടുപോയിക്കട്ടെ. കാലില്ലാത്തങ്ങ് മുക്കാം. ഞാനങ്ങനെ കേട്ടോ കാലിലെ പൊടി അങ്ങനെ വീണ്ടും ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവമേ, ആരുണ്ടാകുന്ന സമയത്ത് ഇതേപോലൊക്കെ സർക്കസ് കാണിച്ചിട്ട് ഞാൻ മറിഞ്ഞു വീണാലേ നിങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ഇനി എപ്പോഴാണ് കാണുന്നത്, എൻ്റെ വീഡിയോ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയത്തില്ല. ഞാൻ മറിഞ്ഞു വീണാൽ എന്ത് ചെയ്യും അല്ലേ? ഞാൻ എന്ത് ചെയ്യും നിങ്ങളൊന്ന് പറ. നിങ്ങൾ മാത്രമാണ് സാക്ഷി. മറിഞ്ഞു വീണാൽ കേട്ടോ, നിങ്ങൾ മാത്രമാണ് സാക്ഷി, വേറെ ആരും. ഇത് മേടിച്ചാട്ടോ, ഈ ഒരു ചട്ടി ഉണ്ടല്ലോ കൈ നിൽക്കത്തില്ല. നല്ല രസമാണ് കേട്ടോ, നല്ല രസം. പക്ഷെ കൈ നിൽക്കത്തില്ല, അങ്ങ് പോവും. അതാണ് ഞാൻ എടുത്തു മാറ്റിയത്. കൈ ഇങ്ങനെ പിടിച്ചാൽ അത് തറയെ വീഴും അപ്പോഴും. ഇത് ഞാൻ നമ്മുടെ ലൈവൊക്കെ ഇരിക്കത്തില്ല അപ്പോഴും അതിനു വേണ്ടി അവിടെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈവിലിരിക്കുമ്പോഴേ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ. അവിടെ ഇരിക്കടാ, അതിനുവേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ ഒത്തിരി കുപ്പികളെ എടുത്ത് വെച്ചേക്കുന്നു. അത് ഇനി അടുക്കി പറക്കണം. അത് അടുക്കി പറക്കണം ഇനി. അപ്പം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. സ്റ്റെയറിൻ്റെ തുടങ്ങും.
റൂമല്ല ഇന്നലെ മോള് തുടച്ചു. ഞാൻ സ്റ്റെയർ മാത്രം അവൾക്ക് മടി. അവൾ ഇത്രയും കിടന്ന് തുടയ്ക്കുന്നില്ലേ. മോനുണ്ടെങ്കിൽ അവൻ ഇന്നലെ ഞങ്ങൾ മോനെ കൊണ്ടുവിടാൻ പോയത് കൊണ്ട് ഇതൊന്നും നടന്നില്ല. സ്റ്റെയറിന് തുടപ്പ് നടന്നില്ല കേട്ടോ. അപ്പോഴേ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അയ്യ ഇത് നേരം എടുത്തു കേട്ടോ. എത്ര സമയം ഞാൻ മേളിൽ കയറിയിട്ടോ. അയ്യോ കട്ട് ചെയ്തൊക്കെയല്ലേ നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് തരണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടത്തിൽ കൂട്ടണം കേട്ടോ. ഓക്കെ, താങ്ക് യു.